ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ ഏവിയറിയിൽ ഞാൻ മോർണിംഗ് റൊട്ടീനാണ് കാണിക്കാൻ പോകുന്നത്. എനിക്കിത് രാവിലത്തെ ഫുഡ് കൊടുക്കലും ക്ലീൻ ചെയ്യലും എല്ലാം 1 മണിക്കൂർ എടുക്കും. ചില സമയത്ത് അത് കൂടാൻ സാധ്യതയുണ്ട്. അത് ഞാനവിടെ കിളികളെയൊക്കെ ചെക്ക് ചെയ്ത് കുറച്ച് നേരം അവരോട് ടൈം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട്. അല്ലാത്തപ്പോൾ വർക്ക് തീരാനായിട്ട് ശരിക്കും 1 മണിക്കൂർ സമയമെടുക്കും. ഞാൻ 1 മണിക്കൂർ കൊണ്ട് ചെയ്ത കാര്യങ്ങൾ നിങ്ങളെ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡായിട്ട് കാണിക്കുവാണ്. കാരണം നിങ്ങൾക്ക് ബോറടിക്കല്ലോ, അതുകൊണ്ട്. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ, മൈ വേൾഡ് മൈ ഹാപ്പിനെസ്. ആദ്യം ഞാൻ കേജിൽ കയറുമ്പം തന്നെ ഫുഡ് താഴെ വെച്ച് എളുപ്പം അതെല്ലാം ചെറിയ ചെറിയ പാത്രങ്ങൾ ഓരോരോ കേജ് അനുസരിച്ച് ഞാൻ പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. അതിനകത്തിൽ ഫുഡിട്ട് റെഡിയാക്കി വെച്ച് ഞാൻ ഓരോരോ കേജിൽ വെക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ ആദ്യമേ ക്ലീൻ ചെയ്തിട്ടൊക്കെ ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇരുന്നാൽ ഇവർ വിശന്നിരിക്കുമല്ലേ, അവരെന്നെ സമ്മതിക്കുകയില്ല. എൻ്റെ മേത്തിരിക്കുകയും കടിക്കുകയും ചെവിയെ കടിക്കുകയും ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ആദ്യം ഫുഡ് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതേ സമയത്ത് തന്നെ ഒരു എം ടി ബക്കറ്റിനകത്തിൽ അതിനകത്തിലിരിക്കുന്ന ഇന്നലത്തെ വെള്ളത്തിൻ്റെ ബൗളുകൾ ബക്കറ്റിലോട്ട് മാറ്റും. എന്നിട്ട് ഫുഡ് എല്ലാ കേജുകൾക്കും കൊടുക്കും. അന്നേരം ചെക്ക് ചെയ്യും തെന ഉണ്ടോ, ആവശ്യത്തിനുള്ള സീഡ്സ് അതിനകത്തുണ്ടോ എന്നുള്ളത്. അതിനകത്ത് ചിലപ്പോഴൊക്കെ എം ടി ആയിട്ടിരിക്കും, അല്ലെങ്കിൽ അതിനകത്ത് ഡസ്റ്റ് മാത്രമേ കാണുകയുള്ളൂ. എല്ലാവർക്കും ഫുഡ് കൊടുത്തിട്ട് ഞാൻ വെള്ളത്തിൻ്റെ പാത്രങ്ങളെല്ലാം കൂടെ ബക്കറ്റിൽ വെച്ചത് എടുത്ത് കൊണ്ടുപോയി കഴുകി തിരിച്ച് ഫ്രഷ് വാട്ടർ എടുത്തുകൊണ്ട് വരും. കതക് അങ്ങോട്ടും ഇങ്ങോട്ടും തുറക്കുമ്പം ചാടാൻ വേണ്ടി താഴെ ഇരിക്കുന്ന വ്യക്തികളാണ് അവരെല്ലാം. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം. ഡബിൾ ഡോർ ആയതുകൊണ്ട് പുറത്തോട്ടിറങ്ങാനൊക്കെ ഈസിയാണ്, എന്നാലും പറന്നു പോകാൻ ചാൻസ് ഉണ്ട്, കാരണം എൻ്റെ പുറത്തിരിക്കുന്നതുകൊണ്ട്. പിന്നെ ക്ലീൻ ആയിട്ടുള്ള വെള്ളം എല്ലാ കിളികൾക്കും അതിൻ്റേതായ പാത്രങ്ങളുണ്ട്, അതിന് കൊടുക്കും. അത് ജാവ ഫിഞ്ചസിൻ്റെ കേജാണ്. അവർക്ക് ഞാൻ എക്സ്ട്രാ 2-3 പാത്രങ്ങൾ വെക്കും. കാരണം അവർക്ക് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് വെള്ളം പെട്ടെന്ന് ചീത്തയാകുന്നതുകൊണ്ട് ഞാനൊരു 3-4 പാത്രങ്ങളിൽ വെള്ളം വെക്കും. പിന്നെ എല്ലാവർക്കും ഇതുപോലെ വെള്ളം കൊടുത്ത് മുകളിൽ ഞാൻ എക്സ്ട്രാ വെക്കും, താഴെ ഞാൻ എക്സ്ട്രാ വെക്കും. ഇൻ കേസ് അവർക്ക് ദാഹിക്കുകയോ അല്ലെങ്കിൽ കുളിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പുറത്ത് ഇൻസൈഡിൽ ഏരിയയിൽ വിട്ടിരിക്കുന്ന കോക്കറ്റെയിലും ക്രിംസൺ ബെല്ലിയും കൊണൂർസും ഉണ്ട്, അവർക്ക് കുളിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അതിനു വേണ്ടി അവർക്ക് വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമാണ്. ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ടെറസിൻ്റെ മേലെ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഞാൻ വെള്ളം എന്നാണെങ്കിലും നനയ്ക്കും. ഉച്ചയ്ക്കത്തെ സമയത്ത് വന്ന് പ്ലേറ്റുകളെല്ലാം എടുത്ത് മാറ്റി ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് ഫുള്ള് വെള്ളം സ്പ്രേ ചെയ്യും. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒരു സൈഡിൽ നിന്ന് ക്ലീൻ ചെയ്യാൻ തുടങ്ങും. അപ്പം ഈ തറയിലും അവിടെയെല്ലാം ഈ ബേർഡ്സിൻ്റെ വേസ്റ്റുകളും ഡ്രൈ ആയിട്ട് തറയിൽ ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കും. അപ്പോൾ ഞാൻ ആ ഡസ്റ്റ് പാൻ വെച്ച് തന്നെ അതെല്ലാം സ്ക്രേപ്പ് ചെയ്ത് ഓരോരോ സൈഡ്, അല്ലെങ്കിൽ അത് ഫുള്ള് ഭയങ്കര ചൂടുമൊക്കെ ഈ സമ്മറിൻ്റെ സമയത്ത് മൊത്തം ഉറുമ്പുകൾ ഓരോരോ ഇൻസെക്റ്റ്. അത് തന്നെയാണ് ഇവരുടെ വെച്ചേക്കുന്ന കേജിൻ്റെ സ്റ്റാൻഡിൽ കൂടെ എല്ലാം ഇത് കയറി പിള്ളേരിരിക്കുന്ന പോട്ടിനകത്തൊക്കെ പോയി അതുങ്ങളെയൊക്കെ കടിച്ച് അങ്ങനെയാണ് കുഞ്ഞുങ്ങളൊക്കെ ചാകുന്നത്. അപ്പം അത് ഒഴിവാക്കാനാണ് ഞാനിത് ഫുള്ള് കേജ് എപ്പോഴും ക്ലീൻ ആക്കിയിട്ടിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ താഴോട്ട് പൂപ്പൊന്നും വീഴാതിരിക്കാൻ വേണ്ടി ഞാനിതുപോലൊരു വൈറ്റ് പോളികാർബണേറ്റ് ഷീറ്റുകൾ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാകുമ്പം താഴെ ഇരിക്കുന്ന കേജ് 3 ലെയറായിട്ടല്ലേ, അപ്പം താഴെയുള്ള ബേർഡ്സിനൊന്നും മേത്തൊന്നും വീഴാതിരിക്കാനായിട്ട്. അതിലെല്ലാം അതിൻ്റെ ഫുഡ് വേസ്റ്റും എല്ലാം കാണും. അപ്പോൾ അതൊക്കെ ചിരണ്ടി ഇത് വെച്ച് സ്ക്രേപ്പ് ചെയ്ത് അത് മൊത്തം സ്ക്രേപ്പ് ചെയ്ത് എടുത്ത് കളയും, ഫുള്ള് ഡസ്റ്റ്ബിന്നിൽ കളയും. ഈ കാണുന്ന സ്ലൈഡിങ് സ്ലോട്ട് വെച്ചുള്ള കേജുകൾ എല്ലാം ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയതാണ്. അതുകൊണ്ട് അത് വലിയ പെർഫെക്ഷൻ സംഭവങ്ങളൊന്നുമല്ല, കാരണം അത് തൽക്കാലത്തേക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. നമ്മൾ താമസിക്കുന്നത് റെൻറ്റഡ് വീടാണ്. അപ്പം ഇവിടെ ഒത്തിരി പൈസയൊന്നും മുടക്കി വെറുതെ കാശ് കളയണ്ടായല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പുറത്തെ മെയിൻ ഏവിയറി ഇളക്കിയെടുക്കാൻ പറ്റുന്ന പോലെ എടുത്തേക്കുന്നത്. അപ്പം നമ്മളിവിടുന്ന് മാറുമ്പോൾ അതങ്ങനെ കട്ട് ചെയ്തെടുക്കുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ് പ്ലാന്. എപ്പോഴാണ് ഇവിടുന്ന് മാറേണ്ടതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ.
അപ്പം അതനുസരിച്ചാണ് ഞാൻ ഈ കേജുകൾ, ഈ അകത്തെ ഉള്ള ലവ് ബേർഡ്സിൻ്റെ കേജുകളെല്ലാം ഞാൻ ഇതുപോലെ സിംഗിൾ പെയറിനെ ഇട്ട് ബ്രീഡ് ചെയ്യിക്കാൻ പറ്റുന്ന കേജുകളാണ്. അപ്പോൾ അതാകുമ്പം ആരും കിളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാകുമോ അല്ലെങ്കിൽ ചത്തുപോവുമോ ഒന്നുമില്ല. എനിക്ക് നല്ല ബ്രീഡിങ് റിസൾട്ടാണ് ഇങ്ങനെ സിംഗിൾ കേജ് ബ്രീഡിങ് ചെയ്യുന്നത് കൊണ്ട്. എനിക്ക് ഒത്തിരി നാളായിട്ട്, എനിക്കൊരു 3 വർഷമായിട്ട് ഞാൻ ലവ് ബേർഡ്സിനെ സെല്ല് ചെയ്യുവാണ്. അപ്പോൾ ഇങ്ങനെയാണ് എനിക്കാകെ 8 പേരെങ്ങാണ്ട് ഉണ്ടായിരുന്നതാണ്. ആദ്യം ഒരു ചെറിയ ചൈന കേജ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ആണ് ഞാൻ വുഡും കൊണ്ടുള്ള ഒരു കേജ് ഉണ്ടാക്കി, 4x6-ൻ്റെ. അതും ഞാൻ തന്നെത്താനാണ് ഉണ്ടാക്കിയത്. അപ്പം അതിനകത്തിൽ അവിടെ നിന്ന് എനിക്ക് കിട്ടിയ പെയർസിനെ എല്ലാം ആദ്യം ഞാൻ അതിനകത്തോട്ട് മാറ്റി വെച്ച്, അന്നേരം പിന്നെ അതെനിക്കൊരു 10 പെയർ അത്രയുമെങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്തുനിന്ന് ഞാൻ ആ കേജ് 10 പെയറിനെ വെച്ച് ഒരു വർഷം ഒരു 100 മേലെ ബേർഡ്സ് എല്ലാ 2 മാസം കൂടുമ്പോഴും എനിക്കൊരു 25 to 40 ബേർഡ്സിനെ സെയിലിന് കാണും. അപ്പം ഞാൻ അങ്ങനെ ആദ്യമൊക്കെ വെറുതെ ആൾക്കാർക്ക് കൊടുക്കുമായിരുന്നു. പക്ഷേ അന്നേരം ഒരു വാല്യൂ ഇല്ല. അവർ ഇന്ന് കൊണ്ടുപോയേച്ച് നെയ്ബേഴ്സൊക്കെ എടുത്തിട്ട് അയ്യോ ചത്തുപോയി, അവർക്ക് എന്തോ പറ്റിയെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു വരും. പിന്നെ ഞാനത് ചാർജ് ചെയ്യാൻ തുടങ്ങി. അപ്പം അവർ ഒച്ചിരി കൂടെ ഒരു കെയർ ആയിട്ട് നോക്കുമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കടകളിലൊക്കെ കൊണ്ട് കൊടുക്കാൻ തുടങ്ങി. കാരണം എനിക്കറിയത്തില്ല ഇത് എങ്ങനെയാണ് സെല്ല് ചെയ്യേണ്ടതെന്നോ ഓൺലൈൻ സെയിലോ ഇത് സംഭവങ്ങളൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ കടകളിലൊക്കെ അവർ പറയുന്ന റേറ്റിന് കൊണ്ട് കൊടുക്കും. കാരണം എനിക്ക് സ്ഥലമില്ല ഈ ഒത്തിരി ബേർഡ്സ് ആയി കഴിയുമ്പം വെക്കാനായിട്ട്. അന്ന് നമ്മൾ വേറൊരു വീട്ടിലാണ് താമസിച്ചത്, ഗ്രൗണ്ട് ഫ്ലോറിൽ. അതും ഇതുപോലൊരു വീടായിരുന്നു. പക്ഷേ നമുക്കധികം സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. അപ്പോൾ ആ ഒരു ചെറിയ വുഡൻ 6x4-ൻ്റെ കേജിൽ എനിക്ക് ഇത്രയും കിളികളെ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പം കിട്ടുന്ന കുഞ്ഞുങ്ങളെ എല്ലാം ഞാൻ അന്ന് വേറൊരു ചെറിയ ചൈന കേജിൽ പിടിച്ചിട്ടിട്ട് കുറച്ചാകുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഒരു ബ്രീഡിങ് പീരീഡ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ സെല്ല് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നാണ് ഈ വീട്ടിലോട്ട് വന്നത്. ഇത് അന്ന് താമസിച്ചിരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇച്ചിരി സിറ്റി ആയിരുന്നു. അവിടെ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന റെൻറ്റിനെക്കാട്ടിലും ഇച്ചിരി കുറവായതുകൊണ്ടാണ് ഇത് വലിയ വീടാണെങ്കിലും ഇങ്ങോട്ട് വന്നത്. അപ്പം നമുക്ക് പട്ടിയും പൂച്ചയും എനിക്ക് എല്ലാത്തിനെയും കൂടെ വെക്കാനായിട്ട് ഇവിടെ സ്ഥലമുണ്ടല്ലോ. പിന്നെ ഈ കേജ് എല്ലാം തൂത്ത് ക്ലീൻ ചെയ്ത് വൃത്തിയായി കഴിഞ്ഞേച്ച് ഞാനതെല്ലാം വെള്ളം ഒഴിച്ച് ഉരച്ച് കഴുകി, പുറത്ത് അകത്ത് ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ സൈഡിൽ ഫുള്ളുണ്ട്, അവിടെ എല്ലാം ഞാൻ വെള്ളം ഒഴിച്ച് ഒന്നും കൂടെയും ക്ലീൻ ചെയ്യും. കാരണം അകത്ത് ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഔട്ട് സൈഡും ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ ക്ലീനിങ് കഴിഞ്ഞു, എല്ലാം പണി കഴിഞ്ഞു. ഇനിയും ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. താങ്ക്സ് ഫോർ വാച്ചിങ്.